ദ വർക്ക് ഓഫ് ദ ക്രോസ്, ക്രൂശിൻ്റെ വിജയം. എല്ലാം ഓർഫൻ സ്പിരിറ്റിൻ്റെ എന്നോട് കണക്ട് ചെയ്താണ് ഞാൻ പറയുന്നത്. അനാഥത്വ സ്പിരിറ്റ് മാറ്റാൻ വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്തു. ഞാൻ അനാഥനാണെങ്കിൽ എനിക്കാരുമില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാൻ അവഗണിക്കപ്പെട്ടവളാണ്, എനിക്ക് ലോകത്തിൽ ജീവിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെയാണ് ഈ അനാഥർ. അവർക്ക് എപ്പോഴും ഭയമാണ്. അത് ഈ അനാഥരായിട്ടുള്ള പിള്ളേരൊക്കെ റോഡിൽ കിടക്കുമ്പം ഏതൊരു ശബ്ദം കേട്ടാലും ചാടി എഴുന്നേക്കും. ബിക്കോസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സ്ലീപ്പ് ഇൻ ആൻ എൻവയൺമെൻറ്റ് വെയർ ദർ ഇസ് ഫിയർ ക്രീപ്പിംഗ് അപ്പ്. അതായത് ഭയം ചുറ്റുപാട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഭയം വരും, നമുക്ക് ഉറങ്ങാനൊക്കത്തില്ല. അപ്പോൾ ഈ അനാഥത്വ സ്പിരിറ്റ് എന്ന് പറയുന്നത് എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതെല്ലാം നുണയല്ലേ. നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു പിതാവാണ് പുത്രനെ അയച്ചത്. അപ്പോൾ വർക്ക് ഓഫ് ദ ക്രോസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ഏരിയ. അപ്പോൾ ദ വർക്ക് ഓഫ് ദ ക്രോസ് ഓഫ് ജീസസ് ഈസ് സെൻട്രൽ ആൻഡ് പിവറ്റൽ ടു ഗോഡ് ദ ഫാദേഴ്സ് ലവ്. അതായത് പിതാവിൻ്റെ സ്നേഹം കാണിക്കുന്നതാണ് ക്രൂശ് മരണം. അത് നമ്മൾ മനസ്സിലാക്കിയാൽ, അബ്രഹാമിനോട് ദൈവം പറയുന്നു, നിൻ്റെ ഏകജാതനായ പുത്രൻ, നീ സ്നേഹിക്കുന്ന ഏകപുത്രനെ അവനെ കൊണ്ട് മോറിയ മലയിൽ കൊണ്ട് യാഗവസ്തുവായിട്ട് തരണം, യാഗം കഴിക്കണം. അപ്പോൾ അബ്രഹാം അതനുസരിക്കുകയാണ്. ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ് ആണ്. കൊണ്ടുപോകുന്നുണ്ട്. മകൻ ചോദിക്കുന്നുണ്ട്, പിന്നെ വിറകുണ്ട്, കത്തിയുണ്ട്, പക്ഷേ യാഗവസ്തു എന്തി? അപ്പോൾ അബ്രഹാം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളു. അബ്രഹാമിന് വിശ്വാസത്തിൽ വിളിച്ചു പറയണം. ഇതൊക്കെ എല്ലാം അറിഞ്ഞിട്ടാണോ നേരത്തിൽ ആത്മാവ് വിളിച്ച് പറയിപ്പിച്ചായിരിക്കും. ദൈവം കരുതിക്കൊള്ളു. അവിടെ ചെന്നപ്പം അബ്രഹാം തൻ്റെ മകനെ കെട്ടി കൊല്ലാനായിട്ട് കഴുത്തറക്കാൻ വേണ്ടി കത്തി പൊക്കി കഴിഞ്ഞ ഉടനെ അബ്രഹാമിനെ ദൈവം വിളിച്ചു, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവെക്കരുത്, നിനക്ക് പകരമായിട്ട്, അതായത് എൻ്റെ മകനെ തരാൻ തക്കവണ്ണം ഭൂമിയിൽ ആർക്കെങ്കിലും സ്നേഹമുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റാണ്. അപ്പോൾ അബ്രഹാം അതനുസരിച്ചു. ദൈവം അബ്രഹാമിൻ്റെ മകനാകുന്ന ഇസഹാക്കിന് പകരം ഒരു ചെറിയ ആട്ടിൻകുട്ടി അവിടെ കൊടുത്തു. ഹി പ്രൊവൈഡഡ്. അത് കാലത്തകവല്ലാഞ്ഞതുകൊണ്ട് പഴയ നിയമത്തിലെ എന്നാൽ പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ യാഗവസ്തുവായിട്ട് തന്ന് ക്രിസ്തു ക്രൂശിൽ കിടന്ന് നമ്മുടെ പാപം വഹിച്ച് ഏറ്റെടുത്തപ്പോൾ അവിടെ വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലായിരുന്നു. അതാണ് പെർഫെക്റ്റ് ലാം. നമ്മുടെ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാട് എനിക്കും നിങ്ങൾക്കും വേണ്ടി, ലോകത്തിനും വേണ്ടി ക്രൂശ് മരണം ഏറ്റെടുത്തു. ചെറിയ കാര്യമല്ല ഇത്. മരിച്ച് സ്വർഗത്തിൽ ചെന്നാലും പഠിക്കാൻ ഒത്തിരിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, അപ്പൻ്റെ സ്നേഹം മകനിൽ കൂടെ നമ്മളിലേക്ക് ഒഴുകാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ, പിതാവാം ദൈവം പൂർണ്ണമായ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായയാണ് പുത്രൻ തമ്പുരാൻ യേശു ക്രിസ്തു. ആ പുത്രൻ ദൈവം സൃഷ്ടിച്ചതായ മനുഷ്യരാകുന്ന നമ്മളെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ രക്തം ഒഴിച്ചു തന്നു. അത് തന്നു കഴിഞ്ഞു. ഇനി അത് വീണ്ടും ക്രൂശിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് രക്തം ചൊരിയാത്ത ബലി എന്നാണ് കുർബാനയിലൊക്കെ ഇപ്പം വിളിച്ച് പറയുന്നത്. ആണ് പിന്നെ ഒരു രക്തച്ചൊരിച്ചിൻ്റെ ആവശ്യമില്ല. ഇറ്റ്സ് ഓൾറെഡി ഡൺ. ഓരോ വേർഡിനും അർത്ഥമുണ്ട്, നമ്മളോട് പറയുന്നത് ആ പിവട്ടലായിട്ടുള്ള സെൻട്രൽ പോയിൻ്റ്, അപ്പൻ്റെ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ യു വിൽ വാക്ക് വിത്ത് ഗോഡ് ആസ് ദ ലവിങ് സൺ ഓർ ഡോട്ടർ. അതായത് എൻ്റെ അപ്പൻ്റെ സ്നേഹം അത് എളുപ്പം മനസ്സിലാക്കാവുന്നത് കൊച്ചു പിള്ളേർ, പെൺമക്കളാണ് സംസാരിക്കുന്നത്. അവർ 2-3 വയസ്സ് എൻ്റെ ഡാഡി എന്ന് പറഞ്ഞ് മടി കയറിയിരിക്കും. അവർക്ക് ഓരോ ഉറപ്പാണ്. അതുപോലെ നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമോ? ചിന്തിക്കും മനസ്സുകൊണ്ട്. പിതാവിൻ്റെ അടുക്കൽ ചെന്ന് പിതാവിൻ്റെ മടിയിൽ നമ്മൾ ഇരിക്കാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ രക്തത്താൽ വാഷ് ചെയ്തവരാണോ? ഇൻ തിയറി ഇറ്റ് ഈസ് ഡൺ. പക്ഷെ എത്ര പേർ അത് വിശ്വസിക്കുന്നു? അതെന്താണ് വിശ്വസിക്കാൻ സാധിക്കും? ബിക്കോസ് നോബഡി ഈസ് ടീച്ചിങ് ദി അബ്സല്യൂട്ട് ട്രൂത്ത്. പിതാവിൻ്റെ ഈ വലിയ സ്നേഹം പുത്രനിൽ കൂടെ വന്ന് പുത്രൻ്റെ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും പിതാവാം ദൈവം പുത്രനായിട്ടാണ് കാണുന്നത്. അവൻ്റെ പ്രതിച്ഛായ. അതിനാണല്ലോ ഈ ക്രിയകളെല്ലാം ചെയ്തത്. അപ്പോൾ ഒന്ന്, വി ആർ റിഡീംഡ്, വി റിയലൈസ് ദാറ്റ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ദ ലിവിങ് ഫാദർ. 2, ഈ ക്രൂശ് മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ലീഗൽ ആസ്പെക്റ്റ് ആണെങ്കിൽ നമ്മുടെ പാപത്തിന് വേണ്ടിയാണ് കർത്താവ് ക്രൂശിന്മേൽ കയറി നമ്മൾ പഠിക്കുന്നു.
ശരിയാണ്. ദാറ്റ്സ് ദ ലീഗൽ ആസ്പെക്ട്. ലീഗൽ ആസ്പെക്റ്റിൽ ഒരാൾ വേറൊരാളെ കൊന്നാൽ ഒരാൾ മരിക്കണം, മറ്റേ മരിച്ചിരിക്കണം. ദാറ്റ് ഈസ് ദി ആബ്സല്യൂട്ട് ട്രൂത്ത്. പക്ഷെ പാപം ചെയ്തിട്ട് ആ ലീഗൽ ആസ്പെക്റ്റിൽ ഒരാളുടെ പാപത്തിന് വേണ്ടി വേറൊരാൾ കഴുകുമരണത്തിൽ കയറണമെങ്കിൽ അതിനു പകരം യേശു കയറിയതിനാൽ എൻ്റെ പാപത്തിന് വേണ്ടി യേശു ക്രൂശിൽ കയറി അത് പൂർത്തിയാക്കി. അവിടെ വെച്ച് നിൽക്കുന്നില്ല ക്രൂശ് മരണത്തിൻ്റെ ഇഫക്റ്റ്. അതിലുപരിയായിട്ട് വി ഗോ ബാക്ക് ഇൻ ടൈം, we become the children and loving beloved children of the living Father. അപ്പൻ്റെ മക്കൾ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, ഇനി മുതൽ ഞാൻ നിങ്ങളെ സഹോദരൻ, കൂട്ടുകാരൻ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. കാരണം പുത്രൻ്റെ മക്കളെന്നല്ല പറയുന്നത്, പിതാവിൻ്റെ മക്കൾ നമ്മൾ. അതുകൊണ്ടാണ് പിതാവ് പുതിയ നിയമത്തിലുള്ള നമ്മളെ ക്രിസ്തുവിൻ്റെ മണവാട്ടികളായിട്ട് കാണുന്നത്. ഇതിന് ഓരോന്നിനും വലിയ അർത്ഥങ്ങളാണ്. ദൈവം നമ്മളോട് പറയുന്നത്, ദ വർക്ക് ഓഫ് ദ ക്രോസ് ഈസ് റിസ്റ്റോറിങ് ബിലീവേഴ്സ് ഇൻ ജീസസ് ആസ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റി. അത് നമ്മൾ അറിയണം. ഇതെത്ര പറഞ്ഞാലും ചിലരുടെ തലയിൽ കയറത്തില്ല, എനിക്കറിയാം. കാരണം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന തെറ്റുണ്ട്. അത് നമ്മൾ അതിലങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അവിടെ ആ സ്പിരിറ്റ് ഓഫ് വാട്ട് ഇസ് കോൾഡ് അഡമൻറ്റ് സ്പിരിറ്റ്, അതായത് ഞാൻ പറയുന്നതാണ് കറക്റ്റ്, നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്നൊരു സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കയറി വരുന്നു. അത് അഴിഞ്ഞു പോകണം. വി ആർ ആക്ച്വലി ദ ചിൽഡ്രൻ ഓഫ് ദ ലിവിങ് ഗോഡ്. ഫോർഗിവ്നെസ് ഓഫ് സിന്ന്, ഈ പാപത്തിൽ നിന്ന് പരിഹരിച്ച് നമ്മളെ രൂപാന്തരപ്പെടുത്തി ദൈവമക്കളാകുന്ന നമ്മളെ അത് കഴിഞ്ഞാൽ ഉടനെ ജീവിതം തീരുന്നില്ലല്ലോ. കാരണം നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു, വിശ്വാസിയായി, മക്കളായി. അവിടുന്ന് പിന്നുള്ള യാത്ര വലിയ യാത്രയാണ്. വി നീഡ് ടു ട്രാവൽ ടു ദ വണ്ടർ ആൻഡ് ബ്യൂട്ടി ഓഫ് ബീയിങ് ലവ്ഡ് അൺകണ്ടീഷണലി ഫോർ ഓൾ ടൈം. മുടിയനാപുത്രൻ തിരിച്ച് വീട്ടിൽ കയറി വന്നു. കൺസിഡർ, അതാണ് എനിക്ക് ഓർമ്മ ഇപ്പം വരുന്നത്. അവൻ തിരിച്ചു വന്ന് അപ്പൻ മൂത്ത മകന് പണക്കമായിരുന്നു. പക്ഷെ അപ്പൻ പറഞ്ഞു, മോനെ നിനക്കും ഉണ്ടല്ലോ, എടുത്തു, ഇഷ്ടംപോലെ സ്വത്തുണ്ടല്ലോ എൻ്റെ അപ്പന്, എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചന് ഇഷ്ടം പോലെ സമ്പത്തുണ്ടല്ലോ, ഒന്നിനും കുറവില്ല. ഇപ്പം ക്രിസ്തുവിൽ ഞാൻ സ്വീകരിക്കപ്പെട്ട വ്യക്തിയായി, ദൈവമക്കളായി അല്ലെ മകനായി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പുത്രനും പിതാവും പുത്രനുമുള്ള സ്നേഹബന്ധം തുടങ്ങി അവിടെ. അത് ഈ മാലാഖയിൽ എഴുതിയിട്ടുണ്ട്. സംഹാരദൂതൻ വന്ന് നശിപ്പിക്കാതിരിക്കാൻ മക്കളുടെ ഹൃദയം അപ്പനോട് യോജിപ്പിക്കുന്നു. പഴയ നിയമത്തിൻ്റെ അവസാനത്തെ വാക്യമാണ്. ഇതൊക്കെ അങ്ങോട്ട് ചിന്തിച്ചാൽ സത്യം പറഞ്ഞാൽ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ കമന്ന് കിടന്ന് ദൈവത്തെ സ്തുതിക്കും. ദൈവമേ ഇത് വെച്ച് പലപ്പോഴും ഞാൻ വിചാരിക്കും, ഇത്തരം മാർമ്മ എന്നെ നേരത്തെ പഠിപ്പിച്ചിരുന്നെങ്കിലും. ഐ റിയലി ഫീൽ ദാറ്റ് പ്രസൻസ് ഓഫ് ദ ലിവിങ് ഗോഡ്, സോ ബ്യൂട്ടിഫുൾ. അവൻ നമ്മളോട് ഈ മാലാഖി ലാസ്റ്റിലുള്ള മാലാഖിയുടെ അവസാനത്തെ വാക്യം, അതായത് പഴയ നിയമത്തിൻ്റെ ലാസ്റ്റ് വേർഡ് ഇങ്ങനെയാണ്: ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. മുടിയനായ പുത്രൻ്റെ തിരിച്ചുവരവ് അതാണ്. മൂത്തപുത്രൻ്റെ തിരിച്ചുവരവും അതുതന്നെയാണ്. അപ്പൻ്റെ ഹൃദയം മക്കളോടും, അപ്പൻ്റെ ഹൃദയം പാപമുള്ളിടത്തോളം കാലം മക്കളോട് നിരപ്പാൻ ഒക്കൂല. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? പാപം നിൽക്കുമ്പം പിതാവിന്, ഹീസ് ഹോളി ഗോഡ്, അവന് നമ്മളെ ഉൾക്കൊള്ളാൻ ഒക്കത്തില്ല. പക്ഷെ പാപം പരിഹരിച്ചു ക്രിസ്തുവിൽ ആ രക്തത്താൽ കഴിയപ്പോൾ അപ്പൻ്റെ ഹൃദയം മക്കളോട്, നമ്മളറിയുന്നില്ലത്, അപ്പൻ്റെ മക്കളുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ രക്തം കഴുകപ്പെട്ടു, മക്കളുടെ ഹൃദയം അപ്പനോട് ചേർക്കുകയാണ്. അതാണ് ക്രൂശ് മരണത്തിൻ്റെ ഇഫക്റ്റ്. ദാറ്റ് ഈസ് വൈ ദറ്റ് ഇസ് ദ ലാസ്റ്റ് വേഴ്സ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. അപ്പോൾ വി ആർ ലവ്ഡ് അൺകണ്ടീഷണലി. ഈ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന അപ്പൻ അമ്മയുടെ സ്നേഹം അനുഭവിച്ച് എത്ര പേര് വളർന്നിട്ടുണ്ട്? നമുക്കൊരു സ്വഭാവമുണ്ട്, സ്വന്തം അമ്മ നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും നമ്മൾ കുറച്ച് മറക്കും. അതൊരു വലിയ കാര്യമാണ്. എന്നാൽ അമ്മായിമ്മ എന്ന് പറഞ്ഞെന്നിരിക്കട്ടോ, എൻ്റെ പൊന്നെ, അത് ഒരിക്കലും മറക്കൂല. സെയിം ഓപ്പോസിറ്റ് ഓൾസോ, മരുമകൾ അമ്മയോട് പറഞ്ഞാലും അമ്മായിമ്മയോട് പറഞ്ഞാലും. സോ ബിക്കോസ് ആ സ്നേഹബന്ധമല്ല അതിൻ്റെ ഉറവിടം. എന്നാൽ ഇപ്പം പിതാവ് നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞെന്നേ ആ സ്നേഹത്തിലോട്ട് കയറുക. സോ വാട്ട് ഹി ഈസ് ആസ്കിങ് ഈസ് ഈ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹത്തിൽ നമ്മൾ ജീവിക്കാം. ദിസ് ഹീലിംഗ് എംപവേഴ്സ് അവർ ഹീലിംഗ് ദ സോൾ ആൻഡ് പ്ലീസിങ് ഗോഡ്. ഇപ്പം തൊട്ട് നമുക്കിനി എൻ്റെ അപ്പനെ സന്തോഷിപ്പിക്കണം എന്നുള്ള ചിന്തയാകും. അപ്പം പിന്നെ
അടിച്ചും നമ്മൾ നിയമം അനുസരിക്കേണ്ട. കർത്താവ് പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ നിയമം അനുസരിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രയാസമല്ല, സ്നേഹമുണ്ടെങ്കിൽ. യഥാർത്ഥ സ്നേഹം ഒരു ഭർത്താവിന് ഭാര്യയോടുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തിലും അവർ ഒന്നിച്ച് നിൽക്കുക, യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ദ ലിറ്റ്മസ് ടെസ്റ്റ് ഈസ്, കഷ്ടം വരുമ്പം ഭാര്യ ഇട്ടേച്ച് ഓടും. ഓപ്പ ആൻഡ് റൂത്ത്, 2 മരുമക്കളുണ്ട്. കഷ്ടം വന്നപ്പോൾ ഒരാൾ അവളുടെ, തെറ്റായിട്ടല്ല, അവളവിടെ വീട്ടിൽ പോയി. പക്ഷേ യഥാർത്ഥ സ്നേഹമുള്ള റൂത്ത് അമ്മായിമ്മയുടെ കൂടെ. യഥാർത്ഥ സ്നേഹമുള്ള സ്ത്രീ. എല്ലാവർക്കും യഥാർത്ഥ സ്നേഹം ഉണ്ടോ എന്നുള്ളതല്ല ഞാൻ ക്വസ്റ്റ്യൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് പ്രേ ദൈവത്തോട്, കർത്താവേ എനിക്ക് നിൻ്റെ ദിവ്യ സ്നേഹം. ചോദിക്കാതെ കിട്ടത്തില്ല. ദൈവം നിൻ്റെ ദിവ്യ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഇട്ട് തരണം. ഒന്ന്, നിന്നെപ്പോലെ സ്നേഹിക്കാനുള്ള ഹൃദയം എനിക്ക് തരണം. ദിസ് ഈസ് ഇത് വൺ വേ ആണ്. ഈ മേളിൽ നിന്ന് നമുക്ക് തരാതെ കിട്ടത്തില്ല. എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് സ്നേഹിക്കുകയാണ്. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദ ക്രോസ്. എപ്പോഴെല്ലാം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. വി ആർ റിഡീംഡ് എന്തെല്ലാം. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് വി ആർ ആക്ച്വലി ലിവിങ് ഇൻ ദ ഫുൾനെസ് ഓഫ് ലൈഫിലാണ്. ഈ പിശാച് എപ്പോഴും ഞാൻ എൻ്റെ സുഖം, എൻ്റെ സെൽഫ്, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവിൻ്റെ അപ്പൻ. ഈ ഭാര്യ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഈ പിള്ളേരുടെ അപ്പനാണ് ഈ മക്കളുടെ അപ്പനാണ് ഈ ഭർത്താവ് എന്ന് പറയത്തുപോലുമില്ല. എൻ്റെ മക്കൾ. ഹൂ ഗേവ് യു? അപ്പനില്ലാത്ത അല്ലല്ലോ ദൈവം സൃഷ്ടിച്ചത്. അപ്പനെ മാറ്റി നിർത്തിക്കൊണ്ട് സ്ത്രീകൾ തന്നെ വളർത്തുമ്പോൾ ഓർക്കണം, വി ആർ റിയലി ഡിപ്രൈവിങ് ദം the sanctity and the holiness and the covering of the parent. അപ്പോൾ ഈ സെൽഫ് എന്ന് പറയുന്നത് എപ്പോഴും പിശാചിൻ്റെ സെൽഫാണ് ഞാൻ. എന്നാൽ യേശു തിരിച്ചു പറയുമ്പോൾ യേശുവിന് എന്ത് പറഞ്ഞാലും പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാത്തവനൊന്ന് പ്രാർത്ഥനയിലാണ് നമ്മൾ ഓരോരുടെ കാര്യം ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് എപ്പോഴും നമ്മൾ പറയും. പലരും ഇപ്പോൾ എനിക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ ദൈവത്തോട്. അങ്ങനെയുള്ള എനിക്കറിയാം കുറേ ഫ്രണ്ട്സിന്. പ്രാർത്ഥിക്കാം. കർത്താവേ നിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പം പിശാച് എല്ലാം ഉന്തിത്തള്ളി ഞാനെന്നും പറഞ്ഞ് മുമ്പോട്ട് നയിക്കുമ്പം പരിശുദ്ധാത്മാവ് ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ എല്ലാം പ്രാർത്ഥനയിലൂടെയാണ് ചെയ്തത്. പല ദിവസങ്ങളിലും ക്രിസ്തു പകൽ ജോലി ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞ് രാത്രിയിൽ പിതാവിനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. പിതാവ് പറയുന്നത് പോലെ, പിതാവ് ചെയ്ത് കാണുന്നത് മാത്രമേ ഞാൻ ഭൂമിയിൽ ചെയ്തുള്ളൂ എന്ന് യേശു പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അപ്പൻ്റെ ഹൃദയം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പം ഞങ്ങൾക്ക് അപ്പൻ്റെ ഹൃദയത്തെ പ്ലീസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിതാവിന് ഇഷ്ടമുള്ളത് മാത്രം, പുത്രനെ വേദനിപ്പിക്കാത്ത, പരിശുദ്ധാത്മാവിനെ നിരസിക്കാത്ത ആ പ്രവൃത്തികൾ മാത്രം ഞങ്ങളുടെ മുമ്പിൽ വരാവേ. അല്ലാതെ മാറിപ്പോട്ടെ അപ്പച്ച, ഞങ്ങൾക്ക് തന്നെ വിവേചിച്ചറിയാൻ അറിയത്തില്ല, പക്ഷെ നിന്നോട് പറഞ്ഞ അപ്പച്ചൻ അത് ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ട് റൈറ്റ് ഏതാ ശരിയേതാ തെറ്റെന്നറിയാനുള്ള ആത്മാവിൻ്റെ വിവേചനാത്മാവില്ല. അത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് വരുമ്പം തെറ്റായ വഴികളുടെ വാതിൽ പോലും അടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ വല്ല വഴികളും കുഞ്ഞുങ്ങൾ പോകുന്നെങ്കിൽ അവിടെ ഞങ്ങൾ കുരിശ് നാട്ടി ആ വാതിൽ അടയ്ക്കുന്നിപ്പോൾ. അടയട്ടെ, നേർവഴിക്ക് തിരിച്ചു വരട്ടെ. ഞങ്ങളുടെ മക്കളെല്ലാം ദൈവത്തെ അറിയുന്നവരായി മാറിയിരിക്കുന്നു. നാഥൻ ചൊരിഞ്ഞ രക്തം ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി, ഭർത്താക്കന്മാർക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി. ഞങ്ങളെ ദൈവത്തിൻ്റെ പൊന്നുമക്കളാണെന്നറിഞ്ഞാൽ ഞങ്ങളുടെ ഏവലാതി ഭാരം പ്രശ്നം എല്ലാം അഴിച്ചു തരുന്ന ആ കുരിശിലേക്ക് നോക്കിയിട്ട് ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം ഇതും ചെയ്യാതിരിക്കുമോ? ആ ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഇട്ട് തന്നാട്ട്. നാഥൻ പ്രാർത്ഥന കേട്ട് ഉത്തരം ഏത് ആഴത്തിലേക്ക് പോകണമല്ലോ അപ്പച്ചൻ ഇറങ്ങി വരും. ആ സ്നേഹം വലുത്, അതിൽ നിന്ന് ഞങ്ങളെ മാറ്റല്ലേ. നാഥ നടത്തുന്ന കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.